ജോലി വാഗ്ദാന തട്ടിപ്പിനിരയായി ലക്ഷങ്ങൾ നഷ്ടമായ തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി ജീവനൊടുക്കി. കാട്ടാക്കട തൂങ്ങാംപാറ പോങ്ങുവിളയിൽ പ്രീത കോട്ടേജിലെ പ്രമോദാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൂന്ന് മാസത്തിനകത്ത് ജോലിയിൽ കയറും, ബാക്കി എല്ലാ പേപ്പറും റെഡിയായി എന്ന് പറഞ്ഞ് അങ്ങനെയാണ്. അവിടെ ഒരു ചിട്ടിയായിരുന്നു, ആ ചിട്ടിയിൽ നിന്ന് ലോൺ എടുത്ത് അങ്ങനെയാണ് കൊടുത്തത്. കാനഡയിലെ ജോലിക്കായി 10 ലക്ഷം രൂപയും ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലിക്കായി 3 ലക്ഷം രൂപയുമാണ് പ്രമോദ് തട്ടിപ്പ് സംഘത്തിന് നൽകിയിരുന്നത്. 5 വർഷം കഴിഞ്ഞിട്ടും ജോലിയുമില്ല, കൊടുത്ത തുകയുമില്ല. തുക കൈപ്പറ്റിയിരുന്ന ആൾ നിരന്തരം അവധി പറയുകയായിരുന്നു. എന്നാൽ വായ്പയെടുത്ത പണം തിരികെ അടയ്ക്കാൻ ബാങ്ക് അധികൃതർ പ്രമോദിനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. KSFയിൽ നിന്നുള്ള ചിട്ടിപ്പണം കൂടി സംഘടിപ്പിച്ചാണ് കാനഡയിലെ ജോലി സ്വപ്നം കണ്ട പ്രമോദ് തട്ടിപ്പ് സംഘത്തിന് പണം കൈമാറിയിരുന്നത്. പണം തിരികെ കിട്ടാൻ നിരന്തരം പ്രമോദ് ശ്രമിച്ചിരുന്നുവെങ്കിലും ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല. കടുത്ത മനോവിഷമത്തിലേക്കാണ് പ്രമോദ് വീണുപോയതെന്ന് സഹോദരൻ പ്രദീപ് പറഞ്ഞു. വേറൊരു ജോലി ഈ കടം തീർക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുള്ളൊരിതിലും ആ സമയത്ത് ഒരു സഹകരണ സംഘത്തിലെന്തോ വേറെ ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ ഒരാൾ വന്നു. അങ്ങനെ ഒരു 3 ലക്ഷം രൂപയോളം KSFയിൽ നിന്ന് ലോൺ വഴിയോ എന്തോ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ കോവിഡിൻ്റെ സമയമൊക്കെ ആയി, പിന്നെ അതും നീണ്ട് ഇതുവരെ ആയിട്ടും ജോലി എന്ന് പറയുന്ന അവർ പിന്നെ ഒരു ജോലി ശരിയായെന്ന് വാക്കാല് പറഞ്ഞു. പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഏജൻറ്റോ അങ്ങനെ എന്തോ ഒരു ഇതിൽ വാക്കാല് പറഞ്ഞു. പക്ഷേ നടപ്പില്ലാന്ന് കണ്ടപ്പോൾ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു 4-5 വർഷത്തോളമായി അതും ആ പൈസയും കിട്ടിയില്ല. ഭാര്യ അഞ്ജു, മകൾ അനന്യ എന്നിവരുമൊത്ത് കുടുംബ വീട്ടിലാണ് പ്രമോദ് കഴിഞ്ഞിരുന്നത്. പ്രമോദ് കൂലിപ്പണിക്കും അഞ്ജു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ബാധ്യതകളേറെ വന്നതോടെ പ്രമോദിന്റെ മാനസികാവസ്ഥ സമ്മർദ്ദത്തിലായെന്ന് അഞ്ജു പറയുന്നു. പ്രസാദും മുരുകൻ എന്ന് പറഞ്ഞ 2 വ്യക്തികളാണ് നമ്മുടെ വീട്ടിൽ വന്ന് ഈ പൈസ ചോദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതൊക്കെ. അപ്പോഴും ഒരുപാട് ദിവസം ഇവർ വന്നു. പിന്നെ ആദ്യം ബയോഡാറ്റ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് ബയോഡാറ്റ മാത്രമേ അയച്ചു കൊടുത്തുള്ളൂ. എന്നിട്ട് പിന്നെ പൈസ ഇല്ല, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞ് പൈസ കൊടുത്തേ പറ്റുള്ളൂ. അവരെല്ലാം പേപ്പർ ശരിയാക്കി. പിന്നെ ഇവർ നിവർത്തിയിട്ടിട്ട് പറഞ്ഞു ഈ പ്രമാണം വെച്ച് ലോൺ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ധൈര്യമായിട്ട് കൊടുത്തു. വേറെ ഒരു പ്രശ്നമുള്ളതല്ല, ഞാനാണ് ഇടപെട്ടതെന്ന് പറഞ്ഞ് ഈ പ്രസാദ് പറഞ്ഞു. തൊഴിൽ തട്ടിപ്പ് സംഘത്തിന്റെ വിവരം തൽക്കാലം പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് പ്രമോദിന്റെ സഹോദരൻ പ്രദീപ് കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.